ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണിയെന്ന് SIT സ്ഥിരീകരിച്ചു. താൻ വജ്രവ്യാപാരിയെന്ന് മണിയുടെ മൊഴി. ഡി മണിയും സംഘവും കേരളത്തിൽ 1000 കോടി രൂപയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാടിന് ലക്ഷ്യമിട്ട് എന്നാണ് പ്രവാസി വ്യവസായ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്യുകയാണ് SIT. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും നടന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച മലയാളിയായ പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-2020 കാലങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റുവെന്നും ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും മൊഴി നൽകിയിരുന്നു. പിന്നാലെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഡി മണി ആരാണെന്ന് കണ്ടെത്തിയത്. ഇയാൾ ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണെന്നും വജ്രവ്യാപാരം നടത്തുന്നതിനാണ് ഡയമണ്ട് മണി എന്ന പേര് വന്നതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാടാണെന്നും പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവച്ചെങ്കിലും ഇടപാട് മുടങ്ങി. N വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നീക്കം നടത്തിയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഈ സഭയ്ക്കകത്തും പുറത്തും എതിർത്തു. അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചു പോയേനെ. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ കണ്ണ് ഈ സാധനങ്ങളിൽ. അതേസമയം ഇന്നും ജയിലിലെത്തിയ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തു നടക്കുന്ന നിർണായക നീക്കത്തിനിടെയാണ് അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ നേരിട്ടെത്തി ചോദ്യം ചെയ്തത്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ നാളെ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം കളവാണ്. ജയിലിൽ പോയത് CPM നേതാക്കളാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPMകാർ തന്നെയാണ്. എന്നിട്ടാ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്താണ്, ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ ദേവാലയങ്ങളിലെ പാതിരാ കുർബാനകളിൽ പങ്കെടുത്ത വിശ്വാസികൾ. വിവിധ പള്ളികളിൽ സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ക്രിസ്മസ് സമയത്ത് നടന്ന അതിക്രമങ്ങളെ സഭാ നേതൃത്വം അപലപിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ദിനത്തിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. തിരുപ്പിറവി സന്ദേശങ്ങൾ വിവിധ ദേവാലയങ്ങളിൽ വായിച്ചു. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് സിറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസാലിയോസ് മാർ ക്ലിമിസ് കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. പാലക്കാട്ട് കരോൾ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമത്തെ കത്തോലിക്ക ബാവ അപലപിച്ചു. ഭയമില്ലാതെ സമാധാനത്തിൽ കഴിയുന്ന നല്ല അനുഭവത്തിൽ ഈ ക്രിസ്മസ് നമ്മെ സ്ഥിരീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിലും PMG ലൂർദ് ഫെറോന പള്ളിയിലും തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ധാരാളം പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്തതും.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൊല്ലം ഇടമൺ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായി. ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കുന്ന അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റെതാണ്. ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെയുണ്ടായ അതിക്രമങ്ങളെ ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹനോൻ മാർ ദിയസ്കൊറോസും അപലപിച്ചു. ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അഹിംസയാണ്, വയലൻസ് അല്ല, അക്രമമല്ല, ഭീഷണിയല്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പും KCBC അധ്യക്ഷനുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വിവിധ പള്ളികളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകളിൽ പങ്കെടുത്തത് 10,000-കണക്കിന് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക് 24. ദരിദ്രരെ പരിഗണിക്കാത്തവർ ദൈവത്തിനൊപ്പമില്ലെന്ന ലിയോ 14 മാർപ്പാപ്പ. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്തു നിർത്തണം. മാർപ്പാപ്പയായ ശേഷമുള്ള ആദ്യ ക്രിസ്മസ് സന്ദേശത്തിലാണ് വിശ്വാസികളോട് ലിയോ 14 മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം. Buonasera, benvenuti tutti. Bienvenidos. Welcome. Basilica of St. Peter's is very large, but unfortunately it is not large enough to receive all of you. ക്രിസ്മസ് തലേന്ന് വത്തിക്കാനിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത് ലിയോ മാർപ്പാപ്പ പാവപ്പെട്ടവരെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നാണ് വത്തിക്കാനിൽ വിശ്വാസി സമൂഹത്തോട് ലിയോ മാർപ്പാപ്പ പറഞ്ഞത്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്നോർത്താൽ ദൈവം എല്ലായിടത്തുമുണ്ടെന്ന് മനസ്സിലാകുമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്തു നിർത്തണമെന്നും സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് മുന്നിലെത്തിയ വിശ്വാസികളോടായി മാർപ്പാപ്പ പറഞ്ഞു. മനുഷ്യരെ പരിഗണിക്കാത്തവർ ദൈവത്തെയും പരിഗണിക്കുന്നില്ല എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ശക്തമായ മഴയെ അവഗണിച്ച് 5000-ഓളം വിശ്വാസികളാണ് ക്രിസ്മസ് രാവിൽ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ചെവിയോർത്തു നിന്നത്. ലിയോ 14 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണിത് എന്ന പ്രത്യേകതയുമുണ്ട്. പകൽ നടക്കുന്ന ശുശ്രൂഷകൾ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇതിനോടകം ആരംഭിച്ചു. വത്തിക്കാൻ സമയം വൈകുന്നേരം 4:20 ക്രിസ്മസ് സന്ദേശവുമായി മാർപ്പാപ്പ വീണ്ടും വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷനിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു. ഡൽഹിയിലെ രാജ്നിവാസ് ഇമ്മാനുവൽ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ പങ്കെടുത്തു. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലെ ആഘോഷങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. രാവിലെ 8:30 ദേവാലയത്തിലെത്തിയ പ്രധാനമന്ത്രിക്കായി ഡൽഹി ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രത്യേക പ്രാർത്ഥന നടത്തി. അരമണിക്കൂർ ദേവാലയത്തിൽ ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിക്ക് ബൈബിളും CNI കുരിശും ബിഷപ്പ് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങൾ ഉന്നയിച്ചില്ലെന്നും അവ ഉചിതമായ സമയത്ത് ഉന്നയിക്കുമെന്നും ബിഷപ്പ് പോൾ സ്വരൂപ്. Already many people have given the representations, and as I said, today is not the day to raise those issues. We will raise those issues at the appropriate time. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ വിശ്വാസികളെ തടഞ്ഞതിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ അടക്കമുള്ള വിശ്വാസികൾ പോലീസിനോട് പ്രതിഷേധിച്ചു. The service is fixed. There is a timing for it.
They are not letting us into it. The first service will be open. The whole worship of Christmas is finished. I don't see the sense in it. സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങളെന്നും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും പ്രധാനമന്ത്രിയോടൊപ്പം ദേവാലയം സന്ദർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അകത്ത് നല്ലൊരു സോളം സെറിമണി ആയിരുന്നു. കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ, കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അതിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഡൽഹിയിലെ രാജ്നിവാസ് ഇമ്മാനുവൽ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുത്തു. ക്രിസ്മസ് ദിനത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേവാലയ സന്ദർശനത്തിന് ഇത്തവണ സാമൂഹികവും രാഷ്ട്രീയവുമായി ഒട്ടേറെ പ്രസക്തിയുണ്ട്. ഡൽഹി കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡൻഷ്യയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ഉത്തരേന്ത്യയിൽ പലയിടത്തും സംഘർഷം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാളിലെ ആഘോഷങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അലങ്കോലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ബറേലിയിൽ പള്ളിക്ക് മുന്നിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഹനുമാൻ ചാലീസ ചൊല്ലി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ കമ്പിയും വടിയുമായി എത്തിയ സർവ്വ ഹിന്ദു സമാജ് എന്ന ഹിന്ദുത്വ സംഘടനയുടെ പ്രവർത്തകരാണ് അലങ്കാരങ്ങളും സാന്താക്ലോസിന്റെ രൂപവും അടിച്ചു തകർത്തത്. മതപരിവർത്തനം ആരോപിച്ച് സർവ്വ ഹിന്ദു സമാജ് പ്രഖ്യാപിച്ച ഛത്തീസ്ഗഡ് ബന്ദിനിടെയാണ് ആക്രമണം. 100-ലധികം പേരാണ് ആക്രമണം നടത്തിയത്. അതിക്രമത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ബറേലി കന്റോൺമെന്റ് ഏരിയയിലെ പള്ളിക്ക് മുന്നിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് 20-ലേറെ പേരടങ്ങുന്ന ബജ്റംഗ് ദൾ VHP പ്രവർത്തകർ തടിച്ചുകൂടിയത്. ഹനുമാൻ ചാലിസ ചൊല്ലിയായിരുന്നു പ്രകോപനം. പോലീസ് നോക്കി നിൽക്കെയാണ് സംഭവം. ഒഡീഷയിൽ സാന്താക്ലോസിന്റെ തൊപ്പിയും മറ്റും വിൽക്കുകയായിരുന്ന വഴിയോര കച്ചവടക്കാരെ ഒരു സംഘം ഭീഷണിപ്പെടുത്തി. ഡൽഹി ലജ്പത് നഗർ മാർക്കറ്റിൽ സാന്താക്ലോസിന്റെ തൊപ്പിയണിഞ്ഞെത്തിയ സ്ത്രീകളെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. ആക്രമണങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഇങ്ങനെ: 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും. ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വിറ്റ് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ. 24 ഡൽഹി. തർക്കങ്ങൾക്കിടെ തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. A പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. KPCC മാനദണ്ഡം അനുസരിച്ചാണ് മേയറെ നിശ്ചയിച്ചത്. DCC നേതൃത്വം അറിയിച്ചു. മുൻ പരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തഴഞ്ഞതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. തൃശൂർ DCC വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷനിലേക്കുള്ള കന്നി അംഗത്തിൽ കിഴക്കമ്പാട്ടുകര വാർഡിൽ നിന്നാണ് ഗൈനക്കോളജിസ്റ്റായ നിജി ജസ്റ്റിന്റെ വിജയം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശൂരിന്റെ വികസനം നടപ്പാക്കുമെന്ന് ഡോക്ടർ നിജി പറഞ്ഞു. തൃശ്ശൂരിനെ കുറിച്ചുള്ള വികസനം പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിട്ട് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, തൃശ്ശൂരിന്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. നിജിയുടെ ഭർത്തൃപിതാവ് മുൻപ് തൃശൂർ മുനിസിപ്പൽ അധ്യക്ഷനായിരുന്നു. A പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ. KPCC സെക്രട്ടറിയാണ് A പ്രസാദ്. സ്വാഭാവികമായും ജനമേൽപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കും. ജനങ്ങളെ ചേർത്തിർത്തിക്കൊണ്ട് തന്നെ ഭരണമായി മുന്നോട്ട് പോകും. എന്തായാലും ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ടായിരിക്കും UDFന്റെ കോൺഗ്രസിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുക. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേയറെ നിശ്ചയിച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി, ദാറ്റ് മീൻസ് കൗൺസിലേഴ്സിന്റെ തീരുമാനമാണ് അത്. കൗൺസിലേഴ്സ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയാണ് നിയമിച്ചത്. എന്നിരുന്നാലും ഞാൻ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. മേയർ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് DCC അധ്യക്ഷൻ കൃത്യമായ മറുപടി നൽകിയില്ല. 4 തവണ വീതം വിജയിച്ച മുതിർന്ന നേതാക്കളായ ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും കൗൺസിലർമാർക്കിടയിലും കടുത്ത എതിർപ്പുണ്ട്. 24 തൃശൂർ. മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളം കോൺഗ്രസിൽ ഉടലെടുത്ത പടലപ്പിണക്കം കൂടുതൽ ഭിന്നതയിലേക്ക്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിനും KPCCക്കും ദീപ്തി മേരി വർഗീസ് പരാതി നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലും എറണാകുളം ജില്ലയിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ്.
എറണാകുളം ജില്ലയിൽ വലിയ വിജയം നേടിയിട്ടും കോൺഗ്രസിലെ തർക്കങ്ങളും ഗ്രൂപ്പ് പോരും കൂടുതൽ സങ്കീർണമാവുകയാണ്. മേയർ പദത്തിലേക്ക് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിൽ നേതാക്കളും രണ്ടു തട്ടിൽ. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയറെ തിരഞ്ഞെടുത്തപ്പോൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും KPCCക്കും പരാതി നൽകി. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പരാതി നൽകിയത്. പ്രയാസം അറിയിച്ചുവെന്നും വിഷയം പരിശോധിക്കുമെന്നും KPCC അധ്യക്ഷൻ. ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു, മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്, അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, KC വിഭാഗം എന്നിങ്ങനെ ഗ്രൂപ്പുകൾ ഭിന്നിച്ചു നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തർക്കം രൂക്ഷമാണ്. KC വിഭാഗം നേതാക്കൾ ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പിൽ രഹസ്യ ബാലറ്റ് വേണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം മറ്റു ഗ്രൂപ്പുകാർ അംഗീകരിച്ചില്ല. ഇതോടെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വിളിച്ച യോഗത്തിൽ നിന്ന് KC വിഭാഗം ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി KG രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. 24 കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി ആര് എന്നതിൽ BJPയിൽ തീരുമാനം വൈകുന്നു. R ശ്രീലേഖയും VV രാജേഷുമാണ് അന്തിമ പട്ടികയിൽ. അതേസമയം സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് 20 BJP കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ CPM പരാതി നൽകി. അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇതുവരെ മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 2 തവണ ദില്ലി യാത്ര നടത്തിയിട്ടും തീരുമാനമായില്ല. അവസാന നിമിഷവും തിരക്കിട്ട ചർച്ചയിലാണ്. ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. നഗരസഭ പിടിച്ചെടുത്തിട്ടും മേയറെ തീരുമാനിക്കാൻ കഴിയാത്തതിൽ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. R ശ്രീലേഖയാണ് പ്രഥമ പരിഗണനയിലുള്ളത്. VV രാജേഷ്, കരമനാജിത്ത, VG ഗിരികുമാർ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. R ശ്രീലേഖയെ മേയറാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന ചില നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് GS മഞ്ജുവിനെയും സിമി ജ്യോതിസിനെയും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് BJP കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ CPIM പരാതി നൽകി. ആറ്റുകാലമ്മയുടെയും പത്മനാഭൻ്റെയും ഒക്കെ പേരിൽ, ഗുരുദേവൻ്റെ ഒക്കെ പേരിൽ നടത്തിയിരിക്കുന്നതെല്ലാം ചട്ടലംഘനമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണെന്നുള്ള കാര്യം ഇപ്പോഴല്ല, നേരത്തെ തന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബലിദാനികളുടെയും വിവിധ ദൈവങ്ങളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ് പരാതി. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡലപൂജ നടക്കാനിരിക്കെ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഉച്ചവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നു. മണ്ഡലപൂജയോടനുബന്ധിച്ച് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധനയും നാളെ നടക്കും. മറ്റന്നാൾ രാവിലെ 10, 10 നും 11:30 മധ്യയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയോടനുബന്ധിച്ച് ഭക്തർക്ക് ശബരിമലയിൽ നിയന്ത്രണമുണ്ട്. ശനിയാഴ്ച രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ 30 വൈകിട്ട് 5 മകരവിളക്ക് തീർത്ഥാടനത്തിനാകും പിന്നീട് നട തുറക്കുന്നത്. സംഘർഷങ്ങൾക്കിടെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ ധാക്കയിലെത്തി. 17 വർഷത്തെ പ്രവാസത്തിന് ശേഷമാണ് ലണ്ടനിൽ നിന്നുള്ള മടങ്ങിവരവ്. അതേസമയം സമര നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായി. ലണ്ടനിലെ 17 വർഷത്തെ ജീവിതത്തിന് ശേഷം ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് താരിഖ് റഹ്മാൻ ധാക്കയിലെത്തിയത്. താരിഖ് റഹ്മാന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാന് വലിയ സ്വീകരണം ഒരുക്കിയിരുന്നതായും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താരിഖ് റഹ്മാനും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ധാക്കയിലെ മൊഗ്ബാസർ ഫ്ലൈ ഓവറിന് സമീപം സ്ഫോടനമുണ്ടായി. സൈഫുൾ സിയാം എന്ന 21-കാരൻ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശിലെ ഇൻക്ലാബ് മഞ്ച് പാർട്ടി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിമോൺ റഹ്മാൻ ഷിഖ്ദാനാണ് അറസ്റ്റിലായത്. പ്രതികളെ ഇയാൾ സഹായിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇയാളിൽ നിന്ന്
പിസ്റ്റളുകളും വെടിയുണ്ടകളും പോലീസ് പിടിച്ചെടുത്തു. 24 ഡൽഹി. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ രണ്ടാമത്തെ സൂപ്പർ പ്രീമിയം ഷോപ്പ് കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിൽ ആരംഭിച്ചു. ബെബ്കോ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി പ്രീമിയം ഷോ ഉദ്ഘാടനം ചെയ്തു. മാളുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ സൂപ്പർ പ്രീമിയം ഷോപ്പ് കൂടിയാണിത്. 750 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാകും ലഭ്യമാവുക. പ്രീമിയം ഷോപ്പുകൾക്കായി ബെബ്കോ ബുക്കിംഗ് ആപ്പുകൾ പുറത്തിറക്കുമെന്ന് ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കി. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, ശ്രീ ഗോകുലം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബൈജു ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർണാടകയിൽ ട്രക്കുമായി കൂട്ടിയിടിച്ച ബസ്സിന് തീപിടിച്ച് 11 മരണം. ചിത്രദുർഗയിലെ ഹിഴിയൂരിലായിരുന്നു അപകടം. ബംഗളൂരുവിൽ നിന്ന് ഗൊഗർണിയിലേക്ക് പോയ സ്വകാര്യ സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട ട്രക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. തുടർന്നാണ് തീപിടിച്ചത്. 11 പേരും ബസ്സിനകത്ത് തന്നെ മരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമാണ്. 32 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് എതിരെ വന്ന സ്കൂൾ ബസ്സിലും ഇടിച്ചു. 42 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ആർക്കും പരുക്കില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരുക്കേറ്റവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതവും സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതവും നൽകും. പരുക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. അപകടത്തെക്കുറിച്ച് വിശദാന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. 24 ബംഗളൂരു.